നമ്മൾ പണ്ട് സയൻസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെന്ന്. എന്നാൽ ആ വെള്ളം ഉപയോഗിച്ച് ഒരു ഭീമൻ ട്രെയിൻ ഓടിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം, പക്ഷേ ഇന്ത്യൻ റെയിൽവേ അത് സാധ്യമാക്കിയിരിക്കുകയാണ്. ഡീസലിന്റെ പുകയും കരിയും ഇല്ലാത്ത, ശബ്ദമില്ലാതെ പാഞ്ഞു പോകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിന് ഈ മാസം ട്രാക്കിലിറങ്ങുന്നു. ഇതിന്റെ പിന്നിലെ സാങ്കേതിക വിദ്യയും പ്രത്യേകതകളും കേട്ടാൽ ഞെട്ടിപ്പോകും. ഹരിയാനയിലെ ജിങ് മുതൽ സോണിപത്ത് വരെയുള്ള 90 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വിപ്ലവം ഒരുങ്ങുന്നത്. വരാനിരിക്കുന്ന ജനുവരി 26-ന് ഇതിന്റെ ട്രയൽ റൺ ആരംഭിക്കും. ഇത് കേവലം ഒരു പരീക്ഷണമല്ല, മറിച്ച് ഇന്ത്യയിലെ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനുള്ള റെയിൽവേയുടെ ഏറ്റവും വലിയ ചുവടുവെപ്പാണ്. ഇതിനായി ചെന്നൈയിലെ ICF ഫാക്ടറിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കോച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ഈ ട്രെയിൻ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. 9 കിലോ വെള്ളം, അതായത് 1 കിലോമീറ്റർ ഏകദേശം 9 കിലോഗ്രാം വെള്ളത്തിൽ നിന്ന് 900 ഗ്രാം ഹൈഡ്രജൻ വേർതിരിച്ചെടുക്കുന്നു. ഇതുപയോഗിച്ച് ട്രെയിനിന് 1 കിലോമീറ്റർ സഞ്ചരിക്കാം. ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ, അതായത് ട്രെയിനിന്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇന്ധന സെല്ലുകളിൽ വെച്ച് ഹൈഡ്രജൻ ഓക്സിജനുമായി ചേർന്ന് വൈദ്യുതി ഉണ്ടാക്കും. വൈദ്യുതി കൊണ്ടാണ് ട്രെയിൻ എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. മണിക്കൂറിൽ 150 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് ശേഷിയുണ്ട്. അതായത് വേഗതയുടെ കാര്യത്തിലും ഈ ട്രെയിൻ ഒട്ടും പിന്നിലല്ല എന്ന് സാരം. ട്രെയിനിന്റെ പുറംഭാഗം പോലെ തന്നെ ഉൾഭാഗവും വളരെ ആധുനികമാണ്. ഏകദേശം 2500 യാത്രക്കാരെ ഒരേ സമയം വഹിക്കാൻ ഈ ട്രെയിനിന് സാധിക്കും. മെട്രോ ട്രെയിനുകളിലേതുപോലെ ഓട്ടോമാറ്റിക് വാതിലുകൾ, ഡിജിറ്റൽ ഡിസ്പ്ലേകൾ എന്നിവ ഇതിലുണ്ട്. മറ്റൊരു കാര്യം, ട്രെയിനിനകത്തെ ലൈറ്റും ഫാനും AC-യും വരെ പ്രവർത്തിക്കുന്നത് ഈ ഹൈഡ്രജന്റെ പവറിലാണ്. മലിനീകരണം 0% മാത്രമാണ് ഈ ട്രെയിനിൽ നിന്നുണ്ടാകുന്നത്. ഈ ട്രെയിനിന് ആവശ്യമായ ഇന്ധനം എവിടെ നിന്ന് ലഭിക്കും? ഇതിനായി ഹരിയാനയിലെ ജിന്ദിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു സ്പാനിഷ് കമ്പനിയുമായി ചേർന്നാണ് ഇന്ത്യ ഇത് പൂർത്തിയാക്കിയത്. ഈ പ്ലാന്റിൽ നിന്ന് തുടർച്ചയായിട്ട് ഇന്ധനം ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം റെയിൽവേ ഒരുക്കിയിട്ടുമുണ്ട്. ഹരിയാന ഡെപ്യൂട്ടി സ്പീക്കർ ഡോക്ടർ കൃഷൻ മിത്ത പറഞ്ഞതുപോലെ ഇത് ഹരിയാനയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് മുഴുവൻ അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ജർമ്മനിക്കും ചൈനയ്ക്കും ശേഷം ഈ സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. പുകയൂതി പായുന്ന പഴയ ട്രെയിനുകളിൽ നിന്നും നീരാവി മാത്രം പുറത്തുവിടുന്ന പുതിയ കാലത്തെ ട്രെയിനുകളിലേക്കുള്ള മാറ്റം ശരിക്കും ആവേശം നൽകുന്നതാണ്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരം ഹൈഡ്രജൻ ട്രെയിനുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ട്രെയിനിന്റെ വരവിനെ എങ്ങനെ നോക്കിക്കാണുന്നു? കമന്റ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.